എസ്.ഡി.പി.ക്ക് കുരുക്കുമുറുകുന്നു. ഭീകരവാദ ഫണ്ടിംഗ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് എസ്.ഡി.പി.ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എസ്.ഡി.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വരവ് ചെലവ് കണക്കുകൾ ഇഡി പരിശോധിച്ചിരുന്നു. എസ്.ഡി.പി.ഐയുടെ അനധികൃത പണമിടപാടും ഭീകരവാദ ഫണ്ടിംഗ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അടങ്ങിയ അന്വേഷണ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ കോടതിയിലും കേന്ദ്ര സർക്കാരിനും സമർപ്പിക്കും. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദത്തിനായി സമാഹരിച്ച പണം തന്നെയാണ് എസ്.ഡി.പി.ഐ ഉപയോഗിച്ചതെന്നും അതിന്റെ തെളിവുകളും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. ഹവാല പണം സംഭാവനയായി സ്വീകരിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചതോടെ സംഭാവന നൽകിയ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഇഡിയും ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിച്ചു വരികയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എസ്.ഡി.പി.ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വരവ് ചെലവ് കണക്കുകളും ഇഡി പരിശോധിച്ചു. പിടിയിലായ മുഹമ്മദ് കുട്ടി ഫൈസിയുടെ ഫോണിൽ നിന്ന് നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടും എസ്.ഡി.പി.ഐയും നടത്തിയ പണമിടപാടുകളുടെയും ഗുരുതര വിവരങ്ങൾ ഉൾപ്പെട്ട ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കേസിൽ ഇഡി അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതോടെ എസ്.ഡി.പി.ഐക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. എസ്.ഡി.പി.ഐ ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകര സ്വഭാവത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനം, ഡൽഹി.